ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതമധുരം ചാനൽ. ഇപ്പോൾ വന്നിരിക്കുന്നത് പരീക്ഷ വരാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു റിവിഷനാണ്. സമാന്തര വരകൾ എന്ന പാഠഭാഗത്തിലെ റിവിഷനാണ് ഇന്ന് നടത്തുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾ ആ വീഡിയോസൊക്കെ നന്നായിട്ട് കണ്ടുപോയിക്കോളൂ. തന്നെയല്ല, അതേപോലെ നമ്മളുടെ പാഠഭാഗങ്ങളുടെ വീഡിയോസ് ഉണ്ട്, ഫുള്ള് ഒന്ന് റിവിഷൻ നടത്തുക. കൂടാതെ ഞാൻ ഇതുപോലെ കുറച്ച് വീഡിയോസ് പറ്റാവുന്നിടത്തോളം ഇടുകയും ചെയ്യാം. ഓക്കെ, അതേപോലെ അധ്യാപകർക്കാണെങ്കിലും യൂണിറ്റ് ടെസ്റ്റ് നടത്താൻ ഇതിലെ പ്രവർത്തനങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും നേരിട്ട് കണ്ട് പഠിക്കുകയും ചെയ്യാം. നമുക്ക് താമസിക്കേണ്ട, വീഡിയോയിലേക്ക് എടുക്കാം അല്ലേ. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം എ ബി സി ഡി എന്നിവ സമാന്തര വരകളാണ്, പാരലൽ ലൈൻസ് ആണ്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് പി ക്യു ആർ ട്രയാങ്കിൾ PQR, അതായത് ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് all angles ഓഫ് ട്രയാങ്കിൾ PQR. ത്രികോണം PQRലുള്ള മുഴുവൻ കോണുകളും കണ്ടെത്തുക. പിന്നെ പറഞ്ഞു വന്നിരിക്കുന്നത് CQP ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. RQD അതും തന്നിട്ടുണ്ട് 60 ഡിഗ്രി. പക്ഷെ നമുക്ക് മറ്റ് രണ്ട് കോണുകൾ കൂടെ കണ്ടെത്തണം. ഫൈൻഡ് ദ മെഷർ APQ, ഈ ആംഗിൾ കണ്ടെത്തണം. പിന്നെ കൂടാതെ BRQ, ഈ രണ്ട് കോണുകളും കണ്ടെത്തുക. ഇതാണ് ചോദ്യം. അതായത് ചുരുക്കത്തിൽ ഇതിലുള്ള മുഴുവൻ കോണുകളും കണ്ടെത്തുക. നമുക്കറിയാം, ത്രികോണത്തിലെ കോണുകളാകുമ്പോൾ ഇത് മൂന്നും കണ്ടെത്തണം. പിന്നെ മറ്റ് ഈ രണ്ട് കോണുകളും കണ്ടെത്തണം. ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് ഓൾ ആംഗിൾസ്, എല്ലാ കോണുകളും കണ്ടെത്തുക. ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലേ. ആദ്യം ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ത്രികോണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കറിയാം ഇതൊരു ലീനിയർ പെയറാണ്, രേഖീയ ജോഡിയാണ്. അതിൽ രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പം മൂന്നാമത്തെ ആംഗിളാണ് ഇവിടെ Q, അതായത് PQR, ക്യൂവിൽ വരുന്ന കോൺ. അതാദ്യം കണ്ടെത്തുക. അപ്പം നമുക്ക് അതൊന്ന് കണ്ടെത്തി നോക്കാം. ഞാൻ വേറെ മഷിയായിട്ട് എഴുതാൻ പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് PQR, കോൺ PQR, ആംഗിൾ PQR സമം. ഇത് കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 180 ഡിഗ്രിയിൽ നിന്ന് കുറയ്ക്കണം. അങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ആംഗിൾ മാത്രം കിട്ടും അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? 180 മൈനസ് എന്താണ് കുറയ്ക്കേണ്ടത്? 60 കുറയ്ക്കണം, 65 കുറയ്ക്കണം. അപ്പം ആദ്യം ഒന്ന് 60 കുറയ്ക്കുക, വീണ്ടും ഒന്ന് 65 കുറയ്ക്കുക. അതിനേക്കാൾ എളുപ്പം 60ഉം 65 കൂടെ കൂട്ടിയിട്ട് 180 കുറയ്ക്കുക. അപ്പം 60 + 65. ഇനി 180ൽ നിന്ന് 60ഉം 65 കൂടെ കൂട്ടിയാൽ 60ഉം കൂട്ടിയാൽ 120, 120ഉം 5ഉം 125. അപ്പം 125 കുറച്ചാൽ എത്രയാണ് കിട്ടുക? അപ്പം 180ൽ നിന്ന് ആദ്യം 100 അങ്ങോട്ട് കുറയ്ക്കുക. ബാക്കി എത്രയുള്ളത്? 80. 80ൽ നിന്ന് 20 കുറയ്ക്കുക. ബാക്കി എത്രയുള്ളത്? 60. 60ൽ നിന്ന് ഈ 5ഉം കൂടെ കുറയ്ക്കുക. 55 ഡിഗ്രി നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാം. അപ്പം 55 ഡിഗ്രി, അല്ലെങ്കിൽ ഒറ്റയടിക്ക് 120 കുറച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഈ ആംഗിൾ കിട്ടി 55 ഡിഗ്രി, അതായത് PQR കിട്ടി. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് കണ്ടെത്താം. ഇതും കണ്ടെത്തിയാൽ പിന്നെ നമുക്ക് എളുപ്പം. അതിൽ വേറെ ഒരു ട്രിക്കും കൂടിയുണ്ട്. നമുക്കറിയാം, നോക്കൂ, ഇത് പാരലൽ ലൈൻസ് ആണെന്ന് പറഞ്ഞു, ABയും CDയും. അപ്പം PQ മുറിച്ച് കിടക്കുന്ന വരയാണെങ്കിൽ ഈ ആംഗിൾ നോക്കൂ, ഇവിടെ ഈ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ APQ അല്ലേ. ആംഗിൾ APQ സമം ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടുന്നതിന് തുല്യല്ലേ അല്ലേ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഇതേ ആംഗിൾ തന്നെയല്ലേ നമുക്ക് ഇവിടെ വരിക. ഇത് ഇത്രയും വരിക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ, അതായത് മറുകോണുകൾ തുല്യം. ഇതിങ്ങനെ വന്നാൽ ഇങ്ങനെ വരും അല്ലേ. അപ്പം ഈ ആംഗിളും തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പം ഇത് എത്രയാണ് എന്നറിയാൻ ഇത് രണ്ടും കൂടെ കൂട്ടുക.
60ഉം 50ഉം കൂട്ടിയാൽ 110, 110ഉം 5ഉം 5ഉം കൂട്ടിയാൽ 10, 120. അപ്പൊ ഇത് എത്രയാണ് വരിക? 120. അതായത് 55 ഡിഗ്രി കൂട്ടണം 65 ഡിഗ്രി സമം എത്രയാണ്? 120 ഡിഗ്രിയാണ് വരിക. അതായത് ഇത് 120 ഡിഗ്രി. ഓക്കെ ആയോ? ഇനി മറ്റേ കോൺ, അതായത് ഏതാണ്? ഈ കോൺ കണ്ടെത്തണം. ഇത് ഞാൻ വേറൊരു മഷിയിൽ കൊടുക്കാം, കറുപ്പ് മഷി കൊടുക്കാം. ഈ കോണാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഈ കോണിൻ്റെ പേര് നമുക്കറിയാം, നിങ്ങൾക്ക് പേരുള്ളതുപോലെ കോണിനും പേരുണ്ട്. BRQ അല്ലെങ്കിൽ QRB അല്ലേ? ആംഗിൾ BRQ എന്ന് പറയുന്നത്, ഈ കോൺ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടുന്നതിന് തുല്യമല്ലേ? നോക്കൂ അല്ലേ? ഇത് രണ്ടും എന്താണ്? ഈക്വലാണ്. മറുകോണുകൾ തുല്യം. അപ്പൊ നമുക്ക് ഇത് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 60 കൂട്ടണം 55. 60ഉം 50ഉം 110. അപ്പൊ എത്രയാ വരിക? 115 ഡിഗ്രി. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടി 115 ഡിഗ്രി. ഇനി എളുപ്പം ഇത് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ഇതൊരു രേഖീയ ജോഡിയാണ് അല്ലേ? ഇത് രേഖീയ ജോഡി ആയതുകൊണ്ട് പിന്നെ ഈ പിയിലുള്ള കോൺ കിട്ടണമെങ്കിൽ RPQ അല്ലേ? ത്രികോണത്തിലെ കോണുകൾ നമുക്കൊന്ന് ഇവിടെ തന്നു. ഇവിടെ ആദ്യം തന്നത് PQR, ആംഗിൾ PQR എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തി 55 ഡിഗ്രി. ഇനി നമുക്ക് വേണ്ടത് QPR, ആംഗിൾ QPR 180ൽ നിന്ന് 120 മൈനസ് ചെയ്താൽ മതി. 180 മൈനസ് 120 സമം എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി. അപ്പൊ ഇവിടെ 60 ഡിഗ്രി. ഓക്കെ ആയല്ലോ? ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് കിട്ടേണ്ടത് ഈ ആംഗിളാണ് കിട്ടേണ്ടത്. ഈ ആംഗിള് PRQ, ആംഗിൾ PRQ. ഇനി PRQ എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? നോക്കൂ, ഇവിടെ 115. അപ്പൊ ഇവിടെ ഒരു 5 എന്തായാലും വരും അല്ലേ? 115ഉം 5ഉം 120 അല്ലേ? 120 പിന്നെ 60. അപ്പൊ എത്രയാ വരിക? 65 ഡിഗ്രി. അല്ലെങ്കിൽ 180 മൈനസ് 115 ഡിഗ്രി. അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുക? 65 ഡിഗ്രി. ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ ത്രികോണത്തിലെ കോണുകളുടെ തുക എത്രയാണ്? 180 ഡിഗ്രിയാണ് കിട്ടുക അല്ലേ? സം ഓഫ് 3 ആംഗിൾസ് എത്രയാണ്? 180 ഡിഗ്രി. അപ്പം നമുക്ക് നോക്കാം. 60ഉം 50ഉം ഇവിടുത്തെ നമ്മൾ എഴുതിയില്ല അല്ലേ? 65 ഡിഗ്രി. അപ്പോൾ 60ഉം 60 120, 120ഉം 50ഉം 100 എത്രയാ? 170. 170ഉം പിന്നെ എന്ത് ചെയ്താൽ മതി? 5 5ഉം 10, 180 ഡിഗ്രി. അപ്പം നമ്മൾ ചെയ്തത് കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലായി. നമുക്കിനി വേറെ ആരുടെയും സഹായം വേണ്ട. ഇനി പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പഠിച്ചു. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലേ? ഇത് ABയും CDയും സമാന്തര വരകളാകുമ്പോൾ ഈ ആംഗിൾ തന്നെയായിരിക്കും ഇത് വരിക. മറുകോണുകൾ തുല്യം. അത് ഓക്കെയാണ്. ചെറിയ കോണുകൾ 60, വലിയ കോണ് 120. ഇതും നമ്മൾ എന്താ കണ്ടെത്തിയത്? 120 എന്ന് ഇവിടെ കണ്ടെത്തി. വലിയ കോണുകൾ തുല്യമാണ്, ചെറിയ കോണുകൾ തുല്യം. അടുത്തത് ഇത് മുറിച്ച് കിടക്കുന്ന വരയായിട്ട് എടുത്താൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അത് ഓക്കെയാണ് ഇവിടെ. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 115. അതായത് വലിയ കോണുകൾ. ഈ കോണും ഈ കോണും ഈക്വൽ ആയിരിക്കും. ഇപ്പം കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതൊരെണ്ണം മാത്രമേ ചെയ്തിടുന്നുള്ളൂ. പേരുകൾ വരുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവാതെ നോക്കുക. പിന്നെ ഇവിടെ നമുക്കറിയാം, ഇവിടെ 3 ശീർഷങ്ങളാണ് വരുന്നത്. വെർട്ടക്സ് Pയും Rഉം Qവും. അപ്പോൾ P നടുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുക, P നടുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി Q ഇവിടെ വന്നിട്ടുണ്ട്, R ഇവിടെ വന്നിട്ടുണ്ട്. അത് നടുക്ക് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. നടുക്ക് കോണിൻ്റെ പേര് എഴുതുമ്പോൾ നടുക്ക് ശീർഷം വരണം. അപ്പോഴേ പേരായിട്ട് വരുള്ളൂ. ഇപ്പം ഈ ആംഗിളാണ് നമുക്ക് പറയേണ്ടതെങ്കിൽ, ഇത്രയും ഭാഗമാണ് പറയേണ്ടതെങ്കിൽ ഈ ആംഗിളിൻ്റെ പേരെഴുതുമ്പോൾ നോക്കുക, PQ. ഇവിടെയാണ് Q വരുന്നത്. അപ്പം PQD ആണ് വരിക. ഇവിടെയാണ് പേര്, ഈ ചെറിയ ഭാഗമാണ് പേര് വരേണ്ടതെങ്കിൽ
PQC ആണ് വരിക. ഇതേപോലെ നിങ്ങൾ പേരുകളൊന്ന് കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പേരെഴുതാൻ അതിനകത്ത് പറയുന്നുണ്ട്. അത് കൃത്യമായി നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഓക്കെ, നമുക്കറിയാം, നന്നായിട്ട് പഠിക്കുക, എക്സാമൊക്കെ നന്നായിട്ട് എഴുതുക. ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഞാൻ കഷ്ടപ്പെടുകയാണ്, അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം കിട്ടിയാൽ എനിക്കൊരു സന്തോഷമാണല്ലോ, അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ലവ് യു ഓൾ, ബൈ.